ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു സ്നാക്സ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുക, അതുപോലെ വെറൈറ്റി ആയിട്ടൊരു സ്നാക്കായിട്ടാണ് കേട്ടോ. ഇതാണ് കുനാഫ ചിക്കൻ അല്ലെങ്കിൽ കത്താഫി ചിക്കൻ. ഇതാ ഞാനൊരു സമൂസ കൂടി. ഇന്ന് എനിക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ഫുഡ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ കിട്ടിയതായിരുന്നു. ഇതുപോലെ കുനാഫ ചിക്കനും നമ്മുടെ സമൂസയും, ചിക്കൻ സമൂസയാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇന്ന് രാവിലെ എനിക്ക് കൊടുക്കാനുള്ള ഓർഡറാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ മലപ്പുറം ഭാഗത്തുള്ളവരാണെങ്കിൽ ഓർഡർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിൻ്റെ റെസിപ്പി കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്താ ആദ്യം തന്നെ ചെസ്റ്റ് പീസ് എടുത്ത് ഇതുപോലെ നീളത്തിൽ ചെറിയ ചെറിയ പീസായിട്ട് വെണ്ണല്ലാത്ത പീസാക്കി മാറ്റി അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ഇതുപോലെ ഞാനിതാ സമൂസ ലീഫ് ഞാൻ തന്നെ ഉണ്ടാക്കുകയാണ്. ചപ്പാത്തി ഞാനിതാ പച്ചവെള്ളത്തിൽ കുഴച്ചെടുത്ത് ഓയിൽ നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അതുപോലെ നീട്ടി പരത്തിയെടുക്കുകയാണ്. അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോഴേക്കും ഞാനിതാ ചിക്കൻ്റെ മസാല കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ചെടുത്തതും വലിയ ഉള്ളിയും പച്ചമുളകും ഗരം മസാലയും എല്ലാം കൂട്ടി നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഒരു മസാല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അതുപോലെ കറിവേപ്പില മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ കുറച്ച് മൈദപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി കലക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഒട്ടിക്കാൻ. ഇതിന് ശേഷം ഞാൻ ചുട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി തിരിച്ചു മറിച്ചിട്ട് ചൂടാക്കിയിട്ട് എടുത്തിട്ടേ ഉള്ളൂ നമ്മുടെ സമൂസ ലീഫ്. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ മടക്കി കൊടുത്ത് നമ്മൾ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം? ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇനിയും വീഡിയോയും റെസിപ്പീസും ആയിട്ട് വരികയാണ്. ഒരുപാട് പാചക മത്സരങ്ങളും തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഞാനിപ്പോൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് റെസിപ്പീസൊക്കെ ആയിട്ട് വരും. അപ്പോൾ എല്ലാവരും സ്വീകരിക്കുക. അപ്പോൾ ഞാനിതുപോലെ മസാല ഫില്ല് ചെയ്തിട്ട് സമൂസ അതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഫോൾഡ് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ അതുപോലെ ഫോൾഡ് ചെയ്ത് പഠിക്കുക. അതിന് ശേഷം ഞാനിതാ ഇവിടെ കുറച്ചൊന്ന് ജസ്റ്റ് ഏറെ വന്നിട്ടുണ്ട്, ആ ഭാഗം അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം മാവ്, നമ്മുടെ മൈദ മാവുണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഇതിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സമൂസ ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളി സമൂസ ലീഫ് ഉണ്ടാക്കി അത് ഫില്ല് ചെയ്തും വെച്ചു. അപ്പോൾ ഇനി ഇതൊക്കെ ഫുള്ളായിട്ട് റെഡിയാക്കി എടുത്തു. അതിനുശേഷം ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഓയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഒരു സമൂസയ്ക്ക് 15 രൂപയാണ് വാങ്ങണത്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താൽ നമുക്ക് അതിൽ ലാഭമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാദാ പാം ഓയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അതും ഫ്രഷ് എണ്ണയിലാണ് കേട്ടോ. ഞാൻ ഒന്നും എണ്ണ മാറ്റും ചെയ്യും. അത് പഴയ എണ്ണയിലൊന്നും നമ്മൾ പൊരിച്ചെടുക്കില്ല. അങ്ങനെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. കരിയാതെ ജസ്റ്റ് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്ത് അങ്ങ് കോരി മാറ്റും. അപ്പോൾ നമ്മുടെ രാവിലത്തെ ഓർഡറായ സമൂസയും റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമൂസ തന്നെ ഉള്ളൂ, പിന്നെ കുനാഫ ചിക്കനുമായിരുന്നു. ഇതുപോലെ കുനാഫ ഡോ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് തണുപ്പ് വിട്ടതിന് ശേഷം നല്ല ഫീസറിലാണ് ഉണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്ത് വെക്കുക. ഒരു അരമണിക്കൂറോളമൊക്കെ പുറത്ത് വെച്ചതിന് ശേഷം അതുപോലെ അതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം. കുനാഫ ഡോ ഒരു ബണ്ടിലായിട്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിവർത്തിയിട്ട് ഓരോ പീസാക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ അതിലേക്കുള്ള ഒരു ഓട്ട് സോസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കാശ്മീരി മുളക് പൊടി, കാശ്മീരി മുളക്, അതും അതുപോലെ തന്നെ ഒരു തക്കാളിയും വെളുത്തുള്ളി തൊലിച്ച് വെക്കുക. എന്നിട്ട് കാശ്മീരി മുളകും നമ്മുടെ തക്കാളിയും കൂടി വേവിച്ചെടുക്കുക. ഒരു പാത്രത്തിൽ വെള്ളത്തിൽ നന്നായിട്ട് വേവിച്ച് ഒരു കാശ്മീരി മുളകും അതുപോലെ തന്നെ തക്കാളി തൊലി കളഞ്ഞതും ആ കാശ്മീരി വേവിച്ച കുറച്ച് വെള്ളവും കുറച്ച് വിനാഗിരിയും ഉപ്പും ഒരു 2 അല്ലി വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ച സോസാണിത് കേട്ടോ. എന്നാലും മുട്ട ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കുന്നുണ്ട്. അഥവാ നിങ്ങൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഈ ചിക്കൻ ഉണ്ടല്ലോ, അതും എടുക്കാം. എന്നിട്ട് നമ്മുടെ കുനാഫ ഡോ ഇതുപോലെ നമ്മുടെ ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലോ ഒക്കെ നിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാം. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് പറയണേ. ഇപ്പം ഞാൻ കുനാഫ ഡോ എടുത്ത് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് അതുപോലെ വീതിയിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കനമില്ലാതെ
നീളത്തിൽ കട്ട് ചെയ്തിട്ട് അത് ഈ ഹോട്ട് സോസിൽ മുക്കിയതിന് ശേഷം ഇതിൽ വെച്ച് റോൾ ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുക. അപ്പോൾ നന്നായിട്ട് ചിക്കനും വെന്ത് കിട്ടും. പക്ഷെ ഞാൻ ചിക്കൻ നന്നായി വെന്തില്ലെങ്കിലോ വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. ബാക്കി വന്ന പീസ് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കി വീണ്ടും ഇതുപോലെ തന്നെ റോൾ ചെയ്ത് അങ്ങനെ എല്ലാതും ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ ഈ ഷേപ്പിൽ കേട്ടോ ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ കുനാഫ ചിക്കനും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സമൂസ പൊരിച്ച എണ്ണയിലും ആ എണ്ണ ബാക്കി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ അപ്പം തന്നെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ വേഗം ഇത് നമുക്ക് കോരിയെടുക്കണം. ഒരിക്കലും ഡാർക്ക് ബ്രൗൺ ആക്കരുത്. അപ്പോൾ നമ്മുടെ ആ ഒരു കുനാഫിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറും. അപ്പോൾ ഇതുപോലെ റെഡിയാക്കി എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുനാഫ ചിക്കൻ റെഡി. അപ്പോൾ ഇതുപോലെ വൈകുന്നേരങ്ങളിലേക്ക് സ്നാക്സുകൾ ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കാം. മക്കൾക്ക് നല്ല ഇഷ്ടമാവും. എന്തായാലും എൻ്റെ റെസിപ്പീസ് ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം. സനിങ് ഔട്ട് അസ്ന സക്കീർ.